ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ അപ്രോച്ചസ്. മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ടോപ്പ് ഡൗൺ ഡിസൈൻ, പിന്നെ ഒന്ന് ബോട്ടം അപ്പ് ഡിസൈൻ. We know that a system is composed of more than one subsystem and it contains a number of components. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സബ്സിസ്റ്റംസ് പക്ഷേ ഉണ്ടാവും. കാരണം കുറച്ച് ലാർജ് സിസ്റ്റംസോ സോഫ്റ്റ്വെയർസ് ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ഒരുപാട് സബ്സിസ്റ്റംസ് വരും. അതേപോലെ തന്നെ ഒരുപാട് കമ്പോണൻസ് ഒക്കെ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. Further, these subsystems and components may have their own set of subsystem and components and create hierarchical structure in the system. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു മെയിൻ സിസ്റ്റം, അതിനകത്ത് കുറേ സബ്സിസ്റ്റം വരും, കുറേ കമ്പോണൻസും വരും. ഓരോ സബ്സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ചിലപ്പോൾ വേറെ കുറേ സബ്സിസ്റ്റംസും കമ്പോണൻസും ഒക്കെ വരും. അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും. ടോപ്പ് ഡൗൺ ഡിസൈൻ ടേക്ക് ദ whole software system as one entity, then decomposes into it to achieve more than one subsystem or component based on some characteristics. ടോപ്പ് ഡൗൺ ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സോഫ്റ്റ്വെയർ സിസ്റ്റം നമ്മളൊരു എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ. എന്നിട്ട് അത് ഡീകമ്പോസ് ചെയ്തിട്ട് കുറേ സബ്സിസ്റ്റംസും കമ്പോണൻസൊക്കെ ആക്കിയിട്ട് മാറ്റും. അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ കുറേ സബ്സിസ്റ്റംസ് ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഈച്ച് സബ്സിസ്റ്റം ഓർ കമ്പോണൻറ്റ് ദെൻ ട്രീറ്റ് ആസ് എ സിസ്റ്റം ആൻഡ് ഡീകമ്പോസ് ഫർദർ. അപ്പോൾ അതിനകത്തുള്ള ഓരോ സബ്സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സബ്സിസ്റ്റം ഒരു സിസ്റ്റമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ സബ്സിസ്റ്റംസ് ഡീകമ്പോസ് ചെയ്ത് ഇങ്ങനെ വരും. അങ്ങനെ ഒരു ഹൈറാർക്കിയാണ് ഫോം ചെയ്യുന്നത്. This process keep on running until the lowest level of system in the top-down hierarchy is achieved. ഈ പ്രോസസ് ഏതുവരെ കണ്ടിന്യൂ ചെയ്യും? ആ സിസ്റ്റത്തിൻ്റെ ലോവസ്റ്റ് ലെവലിലേക്ക് നമ്മളുടെ ഹൈറാർക്കി എത്തുന്നത് വരെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്ക് ഇങ്ങനെ ഡീകമ്പോസ് ചെയ്ത് പോകുന്നതിന് ഡിസൈനെയാണ് നമ്മൾ എന്ത് പറയുക, ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയാം. ടോപ്പ് ഡൗൺ ഡിസൈൻ സ്റ്റാർട്ട് വിത്ത് എ ജനറലൈസ്ഡ് മോഡൽ ഓഫ് സിസ്റ്റം ആൻഡ് കീപ്പ് ഓൺ ഡിഫൈനിങ് ദ മോർ സ്പെസിഫിക് പാർട്ട് ഓഫ് ഇറ്റ്. ഈ ടോപ്പ് ഡൗൺ ഡിസൈൻ നമ്മൾ പൊതുവേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജനറലൈസ്ഡ് മോഡലായിരിക്കും. ആദ്യം ജനറലൈസ്ഡ് മോഡലാണ് ഏറ്റവും മേലെ കൊടുക്കുക. പിന്നെ അതിനൊരു സബ്സിസ്റ്റം കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്പെസിഫിക് പാർട്ടുകൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. വെൻ ഓൾ കമ്പോണൻസ് ആർ കമ്പോസ്ഡ് ആൻഡ് ദ ഹോൾ സിസ്റ്റം കം ഇൻ ടു എൻ എക്സിസ്റ്റൻസ്. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഈ എല്ലാ ഡീകമ്പോസ് ചെയ്ത കമ്പോണൻസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് ഒരൊറ്റ സിസ്റ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. Top down design is more suitable when the software solution need to be designed from the scratch and specific details are unknown. From the scratch നമ്മളൊരു സോഫ്റ്റ്വെയർ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ടോപ്പ് ഡൗൺ ഡിസൈൻ ആണ്. മാത്രമല്ല നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽസോ നമുക്ക് കൂടുതൽ അറിയില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഫ്രം ദ സ്ക്രാച്ചിലൊരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഡിസൈനാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് മോഡലാണ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെയാണ് അതിനകത്ത് നിന്ന് സബ് സിസ്റ്റംസ് ആക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് അത് ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ബേസിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ടോപ്പ് ഡൗൺ ഡിസൈനിൻ്റെ പ്രത്യേകത. ഇനി പറയുന്നത് ബോട്ടം അപ്പ് ഡിസൈനാണ്. ദ ബോട്ടം അപ്പ് ഡിസൈൻ മോഡൽ സ്റ്റാർട്ട് വിത്ത് ദ മോസ്റ്റ് സ്പെസിഫിക് ആൻഡ് ബേസിക് കമ്പോണൻസ്. ബോട്ടം അപ്പ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് കമ്പോണൻസ് അല്ലെങ്കിൽ മോസ്റ്റ് സ്പെസിഫിക് കമ്പോണൻസ് തൊട്ടാണ്. മറ്റേത് ജനറലൈസ്ഡ് മോഡൽ തൊട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഇവിടുന്ന് സ്പെസിഫിക് കമ്പോണൻസ് തൊട്ടാണ് തുടങ്ങുന്നത്. ഇറ്റ് പ്രൊസീഡ് വിത്ത് കമ്പോസിങ് ഹയർ ലെവൽ ഓഫ് കമ്പോണൻസ് ബൈ യൂസിങ് ബേസിക് ഓർ ലെവൽ കമ്പോണൻസ്. മറ്റോടത്ത് നമ്മൾ ചെയ്തിരുന്നത് ഡീകമ്പോസിങ് ആയിരുന്നു. ഇവിടെ പകരം ലോവർ ലെവൽ കമ്പോണൻസിനെ കമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഹയർ ലെവലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് കീപ് ക്രിയേറ്റിംഗ് ഹയർ ലെവൽ കമ്പോണൻസ് അണ്ടിൽ ദ ഡിസൈഡ് സിസ്റ്റം ഈസ് നോട്ട് ഇവോൾവ്ഡ് ആസ് എ സിംഗിൾ കമ്പോണൻറ്റ്. നമ്മളിത് ഏതുവരെ ഹയർ ലെവലിലേക്ക് ഇങ്ങനെ കമ്പോസ് ചെയ്ത് വരുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സിംഗിൾ കമ്പോണൻ്റ് ആയിട്ട് ഇത് മാറുന്നത് വരെ നമ്മളതങ്ങനെ ആ പ്രോസസ്സ് കടന്നുകൊണ്ടിരിക്കും. ആ സിംഗിൾ കമ്പോണൻ്റായി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജനറലൈസ്ഡ് മോഡലായിരിക്കും. അതിവിടെ വരെ നമ്മൾ എന്ത് ചെയ്യും, ബോട്ടം അപ്പ് ഡിസൈൻ കണ്ടിന്യൂ ചെയ്യും. വിത്ത് ഈച്ച് ഹയർ ലെവൽ ദ എമൗണ്ട് ഓഫ് അബ്സ്ട്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. നമ്മൾ ഓരോ ടൈമിലും നമ്മൾ ഹയർ ലെവലിലേക്ക് പോകുന്നതിനനുസരിച്ചും ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ബോട്ടം അപ്പ് സ്ട്രാറ്റജി ഈസ് മോർ സ്യൂട്ടബിൾ when a system need to be created from some existing system. ഈ ബോട്ടം അപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പോണൻസ് എന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് ബോട്ടം അപ്പ് സ്ട്രാറ്റജിയാണ്. എന്നാൽ അതിൻ്റെ നമുക്ക് ആ ഒരു സ്പെസിഫിക് കമ്പോണൻസിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാവും. സോ ബോട്ടം അപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബോട്ടം അപ്പ് ഡിസൈൻ ആയിരിക്കും ബെസ്റ്റ്. ഓർ ദ ബേസിക് പ്രിമിറ്റീവ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ന്യൂവർ സിസ്റ്റം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിമിറ്റീവ്സിനെയൊക്കെ നമുക്ക് ന്യൂവർ സിസ്റ്റത്തിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും.
ബോത്ത് ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചസ് ആർ നോട്ട് പ്രാക്ടിക്കൽ ഇൻഡിവിജ്വലി. നമുക്ക് പൊതുവേ ടോപ്പ് ഡൗൺ മാത്രമായിട്ടോ ബോട്ടം അപ്പ് മാത്രമായിട്ടോ പ്രാക്ടിക്കലി കൊണ്ടുവരാനൊന്നും പലപ്പോഴും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിൻ്റെ കൂടെ ഒരു ഗുഡ് കോമ്പിനേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ സിസ്റ്റത്തെ കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ഹൈ ലെവലിലുള്ള സിസ്റ്റംസോ സോഫ്റ്റ്വെയർസോ ഒക്കെ ആകുമ്പോൾ എന്താണ്, ഒരിക്കലും ടോപ്പ് ഡൗൺ മാത്രമായിട്ടോ ബോട്ടം അപ്പ് മാത്രമായിട്ടോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പകരം രണ്ടും ഗുഡ് കോമ്പിനേഷൻ എടുത്തിട്ട് നമ്മളത് അപ്ലൈ ചെയ്താൽ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ വരും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, ലെയേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് മൊഡ്യൂൾസ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് പറയാനതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ മോഡുലാർ സോഫ്റ്റ്വെയർ ഡിസൈനും അതേപോലെ തന്നെ ലെയേർഡ് സോഫ്റ്റ്വെയർ ഡിസൈനും ജസ്റ്റ് പറഞ്ഞിട്ട് വേണം ആ ലെയേർഡ് എങ്ങനെ മൊഡ്യൂലാറിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറയാൻ. ഓക്കെ, ചെറിയൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഓക്കെ, എവിടെത്തി? ബോത്ത് മോഡുലാർ ആൻഡ് ലെയർഡ് ഡിസൈൻ അപ്രോച്ച് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എയിം ടു മേക്ക് സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. നമ്മളിങ്ങനെ ഒരു മോഡുലാർ ഡിസൈൻ അല്ലെങ്കിൽ ലെയർഡ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തല്ലേ, മോഡുലറൈസേഷൻ, കൊഹിഷനും കപ്ലിങ്ങും ഒക്കെ പറഞ്ഞപ്പോൾ അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ പറയുന്നത് മോഡുലാർ ഡിസൈനും ലെയർ ഡിസൈൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലാർ ഡിസൈൻ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ് മോഡുലാർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ? ഈസ് വൺ ഇൻ വിച്ച് ദ ഒറിജിനൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സെവറൽ മൊഡ്യൂൾസ്. നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ കുറേ മൊഡ്യൂൾസ് ആയിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. മോഡുലാർ നേച്ചർ ഈസ് ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗുഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം. ഈ ഒരു മോഡുലാർ നേച്ചർ എന്ന് പറയുന്നത് ഒരു ഗുഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും കൂടെയാണ്. വെൻ ഡീകമ്പോസ്ഡ് ഈച്ച് മൊഡ്യൂൾ ഹാസ് ഇറ്റ്സ് ഓൺ ഫംഗ്ഷനാലിറ്റി ടു കെയർ ഓഫ്. നമ്മളിത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളിനും അതിൻ്റേതായ ഫംഗ്ഷനാലിറ്റികൾ ചെയ്യാനുണ്ടായിരിക്കും. ആൻഡ് ഈച്ച് മൊഡ്യൂൾ വിൽ ഇൻ്ററാക്ട് വിത്ത് അതർ മൊഡ്യൂൾസ് ടു ഫോം ദ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം. ഓരോ മൊഡ്യൂളും മറ്റ് മൊഡ്യൂളുകളായിട്ട് ഇൻ്ററാക്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആവുന്നത്. അതായത് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയാലല്ലേ പിന്നെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കംപ്ലീറ്റ് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ എല്ലാ മൊഡ്യൂളും കൂടി കൂടിയതാണല്ലോ ഒരു കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. While decomposing the problem statement into modules, it should be ensured that each module should be designed such that they are functionally independent. നമ്മൾ മുന്നേ മോഡുലൈസേഷൻ്റെ കേസിൽ പറഞ്ഞതാണ്, നമ്മൾ ഡീകമ്പോസ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊഡ്യൂൾസ് ആക്കി ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫങ്ഷനലി ഓരോ മൊഡ്യൂളും ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളത് എൻഷ്യൂർ ചെയ്യേണ്ടതുണ്ട്. ദർ ഷുഡ് ബി വെരി ലിറ്റിൽ ഓർ നോ ഇൻറ്ററാക്ഷൻ വിത്ത് അതർ മൊഡ്യൂൾ ഇൻവോൾവ്. അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന മൊഡ്യൂൾസുകൾ തമ്മിൽ ഇൻറ്ററാക്ഷൻസ് ഇല്ലാത്തതാണ് നല്ലത്. ദിസ് വുഡ് ഡിക്രീസ് ദ ഡിപ്പെൻഡൻസി ഓഫ് വൺ മൊഡ്യൂൾ ഓൺ ടു അനദർ. ഇങ്ങനെ നമ്മൾ അവർ തമ്മിൽ ഇൻറ്ററാക്ഷൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്ടാവുക, അവർ തമ്മിലുള്ള ഡിപ്പെൻഡൻസിയും അത്രയും കുറയും. ദിസ് വുഡ് ഓൾസോ ഹെൽപ്പ് ഈച്ച് മൊഡ്യൂൾ ബി അണ്ടർസ്റ്റുഡ് സെപ്പറേറ്റ്ലി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മൊഡ്യൂളും എടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർസ്റ്റുഡ് ആവും. ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ഈസ് സെഡ് ടു ബി മോഡുലാർ ഇഫ് ദ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഹാവ് ഹൈ കൊഹിഷൻ ആൻഡ് ദെയർ ഇൻ്റർ മൊഡ്യൂൾ കപ്ലിംഗ് ആർ ലോ. എപ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ മോഡുലാർ ആവുന്നത്? അതിൻ്റെ കൊഹിഷന് ഹൈയും അതേപോലെ തന്നെ കപ്ലിംഗ് ലോ ആകുമ്പോഴാണ് നമുക്ക് അതിനൊരു മോഡുലാർ ഡിസൈൻ എന്ന് പറയുക. ഇത് നല്ലൊരു ഡിസൈൻ മെത്തേഡാണ്. അടുത്തതാണ് ലെയേർഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ. Layered software design is one in which when the call relationship among different modules are represented graphically. ഈ ലെയേർഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരുപാട് മൊഡ്യൂൾസുകളുണ്ട്, പക്ഷേ ഹയർ മൊഡ്യൂൾ എന്ത് ചെയ്യും, ലോവർ ലെവൽ മൊഡ്യൂളുകളെയൊക്കെ കോൾ ചെയ്യും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മൊഡ്യൂൾസുകൾക്കിടയിൽ വരുന്ന ഡിസൈനെയാണ് നമ്മൾ ലെയേർഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുക. ഇറ്റ് വുഡ് റിസൾട്ട് ഇൻ എ ട്രീ ലൈക്ക് ഡയഗ്രാം വിത്ത് ക്ലിയർ ലെയറിംഗ് ഒക്കെ ഉള്ള ഒരു ട്രീ ലൈക്ക് ഡയഗ്രാം ആയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെയേർഡ് സോഫ്റ്റ്വെയർ ഡിസൈനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ ലെയേർഡ് ഡിസൈൻ ദ മൊഡ്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഹൈറാർക്കി ഓഫ് ലെയേഴ്സ്. ഈ ലെയേർഡ് ഡിസൈനകത്ത് നമ്മളുടെ മൊഡ്യൂൾസൊക്കെ നമ്മൾ ഹൈറാർക്കി ഓഫ് ലെയേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻ സച്ച് ഡിസൈൻ എ മൊഡ്യൂൾ ക്യാൻ ഓൺലി ഇൻവോക്ക് ഫങ്ഷൻസ് ഓഫ് ദ മൊഡ്യൂൾസ് ഇൻ ദ ലെയർ ഇമ്മീഡിയറ്റ്ലി ബിലോ ഇറ്റ്. ഈ ഒരു ഡിസൈനകത്ത് എന്താ വെച്ചാൽ ഒരു മൊഡ്യൂളിന് അതിൻ്റെ താഴെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ലെയറിലുള്ള ഫംഗ്ഷൻ വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. ദ ഹയർ ലെവൽ മൊഡ്യൂൾ ക്യാൻ ബി കൺസിഡേർഡ് സിമിലർ ടു ദ മാനേജ്മെൻറ്റ് ഹു ക്യാൻ ഇൻവോക്ക് ലോവർ ലെയർ മൊഡ്യൂൾ ടു ഗെറ്റ് സെർട്ടൈൻ ടാസ്ക് ഓൺ ഡൺ. എന്തെങ്കിലും ടാസ്ക് ചെയ്യാനുണ്ടെങ്കിൽ ഹയർ ലെയർ മൊഡ്യൂളിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ജസ്റ്റ് ആ കോളിംഗ് ഫംഗ്ഷനില്ലേ നമ്മൾ സി പ്രോഗ്രാമിൽ കൊടുക്കുന്ന പോലെ അങ്ങനെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി, നേരെ ഇവിടെ പോവും, ലോവർ ലെവലിൽ പോയിട്ട് ആ ഫംഗ്ഷന് പെർഫോം ചെയ്യും. ലെയേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് മൊഡ്യൂൾസ്. എങ്ങനെയാണ് നമ്മൾ ലെയേർഡായിട്ട് നമ്മളുടെ മൊഡ്യൂൾസിനെ അറേഞ്ച് ചെയ്യുന്നതെന്നാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. ഇറ്റ് മേക്ക് ദ വർക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ലെയേർഡ് അറേഞ്ച്മെൻറ്റ്സ്. സിൻസ് ദ ലെയർ ഡിസൈൻ ഈസിലി റിഫ്ലക്ട് ദ റിലേഷൻഷിപ്പ് എമംഗ് ഡിഫറെൻറ്റ് ലെയേഴ്സ്
ആൻഡ് ക്ലിയർ വിച്ച് ലെയർ ഇൻവോക്ക് അതർ ലെയർ. ഇതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് ഈ ഡിസൈൻ എന്ത് ചെയ്തിട്ടുള്ളത്, ലെയറാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ലെയർ ഏത് ലെയറിനെയാണ് ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അത്രയും ക്ലിയർഡ് ആയിട്ടാണ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ ഡീബഗിങ് ഇൻ കേസ് ഓഫ് എറർ. എന്തെങ്കിലും എറർ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീബഗ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. When failure is detected, then it is obvious that only lower layer can possibly be source of the error. അപ്പോൾ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചില മൊഡ്യൂൾസിനകത്ത് എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറക്കാനും എന്നാൽ നമുക്ക് സോഴ്സ് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതായത് ഹയർ ലെവലിൽ പൊതുവേ എറേഴ്സ് വരാനുള്ള സാധ്യത കുറയും. കാരണം എന്താണ്, അവർ ജസ്റ്റ് ഫങ്ഷൻസ് ഒക്കെ ചെയ്യിക്കുന്നത് ലോവർ ലെയറിലുള്ള മൊഡ്യൂൾസിനെ കൊണ്ടാണല്ലോ. സോ എന്താ ഉണ്ടാവുക, എന്തെങ്കിലും പ്രോബ്ലം എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മൊഡ്യൂളിലും പോയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ലോവർ ലെയറിൽ മാത്രം പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിറ്റക്ഷൻ ചെയ്ത് അത് സോൾവ് ചെയ്താൽ മതി. അതാണ് ലെയർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് മൊഡ്യൂൾസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയായിരുന്നു, ഒന്ന് സോഫ്റ്റ്വെയർ ഡിസൈൻ അപ്രോച്ചസ് ആണ്, പിന്നെ ലെയർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈനാണ്. അപ്പോൾ നമ്മൾ മോഡുലൈസേഷൻ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ വേണമെങ്കിൽ നോട്ട് എഴുതിയാൽ മതി, പക്ഷേ ലെയർഡ് അറേഞ്ച്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേണ്ടവർക്ക് അതും കൂടെ എഴുതിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ലെയർഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്താ പറയുക, എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് എന്നും പറയാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആകുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, രണ്ട് രീതിയിലും ഡിസൈൻ യൂസ് ചെയ്യാം. നമ്മൾ പൊതുവേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആയിട്ടാണ് ചെയ്യാറ്, വേണമെങ്കിൽ ലെയർഡ് ആയിട്ടും ചെയ്യാം. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഹയർ ലെവൽ മൊഡ്യൂൾസിന് പൊതുവേ എറേഴ്സ് വരാതിരിക്കുകയും നമുക്ക് ലോവർ ലെവലിൽ പോയിട്ട് എറർ ഡിറ്റക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ കൺസെപ്റ്റ്. ഓക്കെ, താങ്ക് യു.